വ്യവസായി CJ റോയ് ജീവനൊടുക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായി സംശയം. റോയിയുടെ ഡയറിയിൽ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ നിർണായക വിവരങ്ങൾ ലഭിച്ചു. വിദേശ സംരംഭങ്ങളിൽ നിന്നും തിരിച്ചടി നേരിട്ടെന്നും കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും ഡയറിയിൽ പണം നൽകാനുള്ളവരുടെ വിവരങ്ങളും കമ്പനിയെ എങ്ങനെ നയിക്കണമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. അബ്ദുൾ റഹീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ബംഗളൂരുവിൽ നിന്നും തത്സമയം. റഹീമെ, അന്വേഷണ സംഘം ഇതിനകം കണ്ടെത്തിയതിൽ നിന്നും നിർണായകമായ വിവരങ്ങളിലേക്കൊക്കെ എത്തുന്നു. സേതു, ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CJ റോയിയെ മരണത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു നിന്നതിന്റെ ചോദ്യമാണ്. ഏതായാലും അതിന് ഏകദേശ ഒരു ഉത്തരമായിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഡയറിയിൽ നിന്നുള്ള നിർണായകമായ വിവരങ്ങൾ. കാരണം കഴിഞ്ഞ ദിവസം കുടുംബം ആരോപിച്ചിരുന്നത് ആദായ നികുതി വകുപ്പ് അദ്ദേഹത്തിന് മേൽ ചെലുത്തിയ സമ്മർദ്ദമാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ SIT സംഘം കണ്ടെടുത്തിരിക്കുന്ന വിവരങ്ങളിൽ അല്ലെങ്കിൽ ആ ഡയറിയിലുള്ളത് ഈ പ്രത്യേകിച്ചും പറയുന്നത് കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു, കൂടാതെ വിദേശ സംരംഭങ്ങളിൽ അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടു, കൂടാതെ പണം നൽകാനുള്ളവരുടെ വിവരങ്ങളും അദ്ദേഹം കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ബിസിനസ്സിൽ നേരിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഡയറിയിൽ നിന്ന് വ്യക്തമാകുന്നത്. കൂടാതെ ഈ ഡയറി നേരത്തെ തന്നെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരുന്നതാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ 2 ഫോണുകളും അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. ഈ ഫോണുകൾ തുറന്ന് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഫോണുകൾ കൂടി തുറന്ന് പരിശോധിക്കാൻ സാധിച്ചാൽ ഇതിൽ കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ മരണത്തിലേക്ക് നയിച്ചതിൽ കൂടുതൽ വ്യക്തത വരും എന്നുള്ളത് തന്നെയാണ് SIT സംഘം പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഒന്ന് ഒരു ഐഫോൺ ആണ്, മറ്റൊന്ന് ഒരു ആൻഡ്രോയിഡ് ഫോണാണ്. ഈ 2 ഫോണുകളിലും നിർണായക വിവരങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ SIT സംഘത്തിന്റെ സംശയമുണ്ട്. കാരണം ഈ 2 ഫോണുകളും ലോക്കാണ്. കൂടാതെ ഈ ഫോണുകളിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. സ്വാഭാവികമായും ആ ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഫോൺ അൺലോക്ക് ചെയ്ത് പരിശോധിക്കാനുള്ള അപേക്ഷ അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത ഡയറിയിലെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ബിസിനസ്സിൽ അദ്ദേഹത്തിന് തകർച്ച നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇതിൽ നിന്ന്, അതായത് ഡയറിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളിൽ ലഭ്യമാകുന്നത്. കൂടാതെ ഈ കമ്പനി, അതായത് കോൺഫിഡൻസ് ഗ്രൂപ്പിനെ ഇനി എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നുകൂടി ആ ഡയറിയിൽ പറയുന്നുണ്ട്. കൂടാതെ കമ്പനിയുടെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചും ചില വിവരങ്ങൾ ആ ഡയറിയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നേരത്തെ ഈ ആദായ നികുതി വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയിരുന്ന കുടുംബത്തിന്റെ ആരോപണങ്ങളെ അല്ലെങ്കിൽ കുടുംബം ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളെ ഒക്കെ തള്ളുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. ഏതായാലും CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. കാരണം ഇതിലൊരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം മുറിയിലേക്ക് പോകുന്നു. ആ മുറിയിൽ വെച്ച് അദ്ദേഹം സ്വയം നിറയൊഴിച്ച് ജീവൻ വെടിയുന്നു. എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത വരാതെ നിൽക്കുന്നൊരു സമയമായിരുന്നു. പക്ഷേ അതിലിപ്പോൾ ഏറെക്കുറെ ഒരു വ്യക്തത കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അദ്ദേഹം നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു.